ദീപക്, ഗുഡ് മോർണിംഗ്. ഈ നോമ്പുകാലമൊക്കെ ആയല്ലോ അല്ലേ? അപ്പൊ ഇനി വ്രതശുദ്ധിയുടെ നാളുകളായിരിക്കും. നോമ്പ് എന്ന് പറയുമ്പോ തന്നെ മലബാറിന് ഒരു പ്രത്യേക ഒരു കുളിരുണ്ട്. അതെ 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 സുബൈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വ്രതത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അത്താഴമൊക്കെ കഴിച്ച് ഇന്ന് രാവിലെ മുതൽ ആ വ്രതത്തിൻ്റെ ആ ശുദ്ധിയിലേക്ക് ആ വിശുദ്ധിയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസികൾ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വൈകിട്ട് 6:37 മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന ആ സമയം വരെയുള്ള സമയം എന്ന് പറയുന്നത് അത് അത്ര കണ്ട അവരുടെ സഹനത്തിൻ്റേത് കൂടിയാണ് എന്നുള്ളതാണ്. ഈ മലബാറുകാരെയൊക്കെ സംബന്ധിച്ച് പൊതുവേ അത് ജാതിമത വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ഈ നോമ്പൊക്കെ എടുക്കുന്ന ആളുകളാണ്. ഞാനും അങ്ങനെ നോമ്പ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും പറ്റാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും വിശ്വാസികൾ ഇന്ന് മുതൽ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി വരുന്ന ഒരു മാസക്കാലം അത് ആദ്യഘട്ടത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുന്നതോടുകൂടി പിന്നീട് ഇഫ്താർ സംഗമങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളൊക്കെ പൂർണ്ണമായും ഒരു സജീവതയിലേക്ക് എത്തുന്ന ഇടമായിട്ട് പൊതുവെ മലബാർ മാറുമെന്നുള്ളത് കൂടിയാണ്. ദീപക, ഈ നോമ്പ് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന നല്ല പലഹാരങ്ങൾ അത് കഴിക്കാറുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഈ സമൂസ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ബോർഡ് നോക്കുമായിരുന്നു. സമൂസ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് സമൂസ, പിന്നീട് അങ്ങോട്ട് ഫ്രൂട്ട്സ്, കുറെ പല വിധത്തിലുള്ള പലഹാരങ്ങൾ, ഇതുകൊണ്ടൊക്കെ നിറയാൻ പോവുകയാണ് ഇനിയുള്ള ആ തീന്മേശകൾ വൈകുന്നേരങ്ങളിൽ എന്നുള്ളതാണ്. അതിനുള്ള പലരും വിളിക്കുന്നു. ഓക്കെ, നമുക്കപ്പോ വാർത്തകളിലേക്ക് വരാം അല്ലേ? ഇപ്പൊ അതെ 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 ഹെൽത്ത് കോൺഷ്യസ് കണ്ടറിയാലോ. ഇന്നലെ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തത് താമരശ്ശേരിയിലെ 10 വയസ്സുകാരന്റെ മരണമാണ്. അപ്പൊ അതിൽ അന്വേഷണം എന്തായി എന്ന് അറിയണം. കൂടുതൽ പേരുടെ മൊഴിയെടുക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? റോഷി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 5 കുട്ടികളെ ഇന്നലെ തന്നെ കെയർ ഹോമിലേക്ക് അയച്ചിട്ടുണ്ട്. അത് ജൂനിയർ ജസ്റ്റിസ് ബോർഡ് അവരെ വിളിച്ചു വരുത്തുകയും പിന്നീട് അവരുടെ ജാമ്യം തള്ളുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അവർക്ക് കുറ്റക്കാരാണ് എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കെയർ ഹോമിലേക്ക് മാറ്റിയതിൻ്റെ സാഹചര്യവും നമ്മൾ ഇന്നലെ കണ്ടു. അവർക്ക് SSLC പരീക്ഷ വരാൻ പോവുകയാണ്. അത് എഴുതാനുള്ള ഒരു സാഹചര്യം ഒരുക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരമൊരു നിലപാടിലേക്ക് പോയിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്ത് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അക്രമവാസനയിലേക്ക് അവരെ എത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പുറത്തുനിന്ന് മുതിർന്ന ആളുകളുടെ പിന്തുണ ഉണ്ടായി എന്നുള്ള ആക്ഷേപം വളരെ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കണം എന്നുള്ള നിലപാട് ഇതിനോടകം തന്നെ പോലീസ് സംഘം സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ആ ട്യൂഷൻ സെന്റർ, ഈ അടിപിടി ഉണ്ടായ ആ ട്യൂഷൻ സെന്ററിന്റെ ആ പരിസരം ഉണ്ടല്ലോ, ആ മേഖലയിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളൊക്കെ പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനം പോലീസ് കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളുണ്ട്, മുതിർന്ന ആളുകൾ, ഇത് കണ്ടു നിന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ മൊഴി ശേഖരിക്കാൻ പോലീസ് ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദമായ മൊഴി രേഖപ്പെടുത്തി ഈ കൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ അവരെ കൂടി കേസിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനം ഇതിനോടകം ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നഞ്ചക്ക് പോലെ ഏറ്റവും വലിയ അപകടമുണ്ടാക്കാൻ കരുത്തുള്ള ഒരു വെപ്പണൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കുന്നത്, അത് പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ അവർക്കുണ്ടാകാം. പക്ഷേ അത് അവരുടെ കൈകളിലേക്ക് എത്തുന്നത് അവരുടെ കൂടെയുള്ള ആളുകളുടെ ക്രിമിനൽ സ്വഭാവം കൊണ്ട് തന്നെയാണ് എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ കാര്യത്തിൽ തന്നെ പ്രതികളായിട്ടുള്ള 5 കുട്ടികളിൽ 2 കുട്ടികൾക്ക് മുൻപും സമാനമായ രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം മുൻപ് സമാനമായ രീതിയിൽ സ്കൂളുകൾ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാകുന്നു. ആ ഫൈറ്റിൽ ആദ്യഘട്ടത്തിൽ ഇവർക്ക് അടിയേൽക്കുകയാണ്. ആ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ സ്വന്തം രക്ഷിതാക്കളെ കൂട്ടിയാണ് ഈ കുട്ടികൾ എത്തിയത് എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അങ്ങനെ മുതിർന്നവരുടെ പങ്കാളിത്തം ഈ ഒരു ആക്രമണത്തിലേക്കും കാര്യങ്ങളെ നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധനകളിലേക്ക് കടക്കുമ്പോൾ ഇനി കൂടുതൽ ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കുന്ന നടപടിയിലേക്ക് അടക്കം പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഈ പോലീസ് അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള തൃപ്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ പിതാവ് പോലീസിലാണ് ജോലി ചെയ്യുന്നതെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു പോലീസുകാരൊക്കെ ഒരു പക്ഷേ ഈ കേസ് അട്ടിമറിച്ചേക്കാം എന്നുമൊക്കെയുള്ള ആക്ഷേപം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അതൊരു പരസ്യ പ്രസ്താവന അവർ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് കൂടുതൽ ആളുകളുടെ മൊഴി ശേഖരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ 5 കുട്ടികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതൽ കുട്ടികളുടെ പങ്കാളിത്തം ഈ കേസിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനപ്പുറത്ത് മുതിർന്നവരുടെ ഒരു പങ്കാളിത്തം ഈ കേസിലേക്ക് കടന്നു വരുമോ എന്നുള്ളതാണ്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇന്നലെ ഷാബാസിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടത്തോടുകൂടി പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വ്രതാനുഷ്ഠാനത്തിലേക്കൊക്കെ കടക്കുകയാണ്. ആ കുടുംബവും ആ നിലയ്ക്ക് പോകേണ്ടതുണ്ട്. അവർക്ക് അതിനെ അതിജീവിക്കേണ്ടതുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ വിഷമം ഉണ്ടാവും. എങ്കിൽ പോലും ആ കേസിനി മുന്നോട്ട് നല്ല രീതിയിൽ പോകുക, കൂടുതൽ കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിലേക്ക്
കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പോലീസും ലക്ഷ്യം വെക്കുന്നത്. ദീപക്, ഈ ലീഗ് സമസ്ത അനുരഞ്ജന ചർച്ച അതായിരുന്നല്ലോ ഇന്നലെ ഈ മലബാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അത് ഇന്നലെ നടന്നു, പക്ഷേ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല അല്ലേ? അപ്പോൾ എന്തായിരുന്നു ആ ചർച്ചകളുടെയൊക്കെ ഒരു ഉള്ളടക്കം? എങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ലീഗ് സമസ്ത തർക്കം അങ്ങനെ തുടരുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഈ റംസാൻ കാലമൊക്കെ വരുന്ന സമയത്ത് ഒരു വെടിനിർത്തലിലേക്ക് പോകാം എന്നുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ലീഗ് സമസ്ത ഒരു അനുരഞ്ജന ചർച്ച കോഴിക്കോട് വെച്ചിരുന്നത്. അതിൽ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊപ്പം തന്നെ ലീഗിൽ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്ത് ചർച്ചയിലേക്ക് പോയി. ആ ഘട്ടത്തിലാണ് നേരത്തെ മുഷവാറയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള മുസ്തഫൽ ഫൈസി അദ്ദേഹത്തെ തിരിച്ചെടുക്കണം എന്നുള്ള ഒരു ആവശ്യം പ്രധാനമായും മുന്നോട്ട് വന്നത്. അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ലീഗ് വിരുദ്ധർ അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി CAC-യുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അങ്ങനെയെങ്കിൽ സാദിഖ് അലി തങ്ങൾ മാറട്ടെ എന്നുള്ള നിലപാട് ലീഗ് വിരുദ്ധർ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിന്മേൽ ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ പോയി. അക്ഷരാർത്ഥത്തിൽ ഒരു വെടിനിർത്തൽ താൽക്കാലികമായി ഉണ്ടായി. അത് ഇനിയിപ്പോൾ പ്രധാന സ്ഥാനത്തിൻ്റെ ഈ കാലമായതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് ഇരുപക്ഷവും കടക്കില്ല. അതിനപ്പുറത്ത് ഈ രണ്ട് സംഘങ്ങളും തമ്മിലുള്ള, പ്രത്യേകിച്ച് സമസ്തയും ലീഗും തമ്മിലുള്ള ആ പ്രശ്ന പരിഹാരത്തിന് പൂർണ്ണ തോതിലുള്ള സാധ്യത ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ആ അനുരഞ്ജനം അങ്ങനെ നടക്കാതെ അല്ലെങ്കിൽ നീളം ഇട്ട് പോകുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് പോയി. ഇന്നലെ നടന്ന ചർച്ചയും ആ നിലയ്ക്ക് പാളിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. ഇനിയിപ്പോൾ എന്തായാലും ഈ വരുന്ന ഒരു മാസക്കാലത്തേക്ക് വലിയ പ്രശ്നങ്ങൾ കാണില്ല. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരികയാണ്. വലിയ ചർച്ചകളിലേക്ക് വീണ്ടും ലീഗ് സമസ്ത തർക്കം പോകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഓക്കെ, മറ്റൊന്ന്, ഈ വടക്കൻ കേരളത്തിൽ ചൂട് കൂടുകയാണല്ലോ അല്ലെ? എന്താണിപ്പോ അവസ്ഥ? ഈ നോമ്പൊക്കെ എടുക്കുന്നവരെ സംബന്ധിച്ച് ചൂട് കൂടി ആവുമ്പോൾ കഷ്ടമായിരിക്കും അല്ലേ? നല്ല ചൂടുണ്ട്. ഇന്നിപ്പോൾ നമ്മളിപ്പം രാവിലെ സമയം 6:34 ആയതേ ഉള്ളൂ. ഈ സമയത്ത് നിൽക്കുമ്പോൾ തന്നെ ആ പ്രഭാതത്തിൻ്റെ ഒരു സുഖമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും തോന്നുന്നില്ല. നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഉച്ച ഒരു 10-11 മണി ആകുമ്പോഴേക്ക് തന്നെ വെയിലിൻ്റെ കാഠിന്യം അത്രത്തോളം ഉണ്ട്. ഈ നോമ്പ് കാലത്ത് എൻ്റെ കൂടെയുള്ളത് ഇപ്പോൾ ഷബീർ വടക്കേങ്ങരയാണ്, വീഡിയോ ജേർണലിസ്റ്റ്. ഷബീർ ഈ പറഞ്ഞതുപോലെയാണ്. ചേട്ടാ നമസ്കാരം. നോമ്പെടുത്തുണ്ടോ? നോമ്പെടുത്തിട്ടുണ്ട്. മാത്രമല്ല മെക്സവിൻ്റെ എക്സസൈസിന് വേണ്ടി പോവുകയാണ്. നിങ്ങൾ തൊട്ടടുത്താണല്ലോ. അതിൽ ഈ ചൂട് കൂടിയാലേ നോമ്പെടുക്കുന്നതിന് പ്രശ്നം നിർജ്ജലീകരണം ഉണ്ടാവും. പക്ഷേ നമ്മൾ വെള്ളം ആദ്യം കുടിച്ചാൽ മതി. പിന്നെ എക്സ്പോസ് ആയിട്ട് പുറത്തേക്ക് അധികം പോകാതെ നിന്നാൽ മതി. അപ്പം അത് നടക്കൂലല്ലോ. പണിക്ക് പോകുന്നത് അല്ല, പണിക്ക് പോകുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഇളവ് ഗൾഫിലെ മാതിരി ഇവിടെ ഇളവുകളുണ്ടല്ലോ. കാരണം അങ്ങനെ കൊടുക്കുന്നുണ്ട്. 3 മണിക്ക് ശേഷം മറ്റൊക്കെയാണ് അധികം ആൾക്കാർ നിർത്തും പണിയെടുക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം വരികയാണ്. ഇനി കാലിക്കറ്റിൽ ഓൾറെഡി നൈറ്റ് ലൈഫ് ഉണ്ട്. ഇനിയാണ് കോഴിക്കോടിൻ്റെ നൈറ്റ് ലൈഫ് കാണാൻ പോകുന്നത്. അപ്പോൾ അതേ പറഞ്ഞു വരുന്നത് നിർജ്ജലീകരണമൊക്കെ ഇല്ലാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത്. സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ ക്രമീകരണം ഏർപ്പെടുത്തേണ്ടി വരും സ്വാഭാവികമായിട്ട് ഈ പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ച്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് നോമ്പ് കാലമാണ്. അവർക്ക് ഈ ത്യാഗവും സഹനമൊക്കെ ആണല്ലോ വ്രതാനുഷ്ഠാനത്തിൻ്റെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ചൂടുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ കഴിയും. അതിനുള്ള കരുത്ത് ആ ഒരു ഈ ത്യാഗത്തിലൂടെ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ ഈ പറഞ്ഞതുപോലെ ചൂടിനെയൊക്കെ പ്രതിരോധിച്ച വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ദീപക്. മാത്രമല്ല ആ സംസാരിച്ച ചേട്ടന്റെ ഒരു ആവേശം അവർ പറയുന്നതായിരുന്നു. അതായത് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് അതിനിപ്പോ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ഭയങ്കര ആവേശത്തിലാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദീപക്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് വരേണ്ടതുണ്ട്.